അപ്പോൾ ഗൈസ് ദേ ഇന്നൊരു ഓഫീസ് വ്ലോഗാണ്. ഞാനിപ്പോൾ ജോലിക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ നല്ല വിശക്കുന്നുണ്ട്. മണി ഇപ്പോൾ 10:30 ഞാൻ ഇന്നലെ എത്രയാണ് പഠിക്കുക. ഇന്നലെ ഞാൻ വൈകിട്ട് ഒരു 5 മണിക്കാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നല്ല വയറ് വിശക്കുന്നുണ്ട്. സോ താഴെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സോ വാ നമുക്ക് പോയിട്ട് വാങ്ങിയിട്ട് ബാക്കിയുള്ള ദിവസം എങ്ങനെയുണ്ടെന്ന് കാണാൻ. തേഴ്സ്ഡേ ഒരു ജ്യൂസ് ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ ആദ്യം ജ്യൂസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്യാരറ്റ് ജ്യൂസ് എടുത്തതിന് ശേഷം താഴെ ജാപ്കയിൽ പോയിട്ട് ഒരു ക്രോസോൺ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ലൈറ്റായിട്ട് എനിക്ക് എന്തെങ്കിലും മതിയായിരുന്നു. ഉച്ചയ്ക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. എൻ്റെ കൊളീഗ്സ് ആണെങ്കിൽ പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ സാലഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് കണ്ടു ഗൈസ്. അതെ, അവരിതേ സെയിം ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത് കൊണ്ടും ഒരു കളർ ലുക്കില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ് ബാക്ക് ബീറ്റ്, ബീറ്റ്റൂട്ട് തോരൻ, രസം ആൻഡ് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി. പക്ഷേ ലുക്കില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഹെൽത്തി വേ പിടിച്ചതാണ്. അതിനുശേഷം കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തതിന് ശേഷം അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആ ബോർഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എഴുതാൻ പേടിയായതുകൊണ്ട് ഞാൻ ഫൈനലി എഴുതി ഹായ് ഗൈസ്. ഇപ്പം എൻ്റെ റീസെൻറ്റ് തോട്ട്സ് ഫുൾ അതാണ്. ബിക്കോസ് വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹായ് ഗൈസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വായിൽ വരുന്ന ഒരു ഐറ്റം. അതിനുശേഷം എൻ്റെ കഫേയിൽ പോയപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പിരോഗി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ചിക്കൻ പിരോഗിയാണ്. നമ്മുടെ നാട്ടിലത്തെ മോമോസിൻ്റെ വേറൊരു വെറൈറ്റി വേർഷനാണ് കേട്ടോ ഇവിടുത്തെ പിരോഗി എന്ന് പറയുന്നത്. പോളിഷറിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് പിരോഗി. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി, ചിക്കൻ പിരോഗി ആയതുകൊണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ മോമോസിൽ ഇന്ത്യൻ മസാലാസ് ചേരുന്നത് കൊണ്ട് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വേറൊരു ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് കാണാം. അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് നമ്മളിങ്ങനെ മിസ്സാക്കുക. അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫുഡ് ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് വരാറുള്ളത്. സോ എന്തായാലും പോയി നോക്കാം എന്താണ്. ഇവിടുത്തെ നല്ല നല്ല കാറ്റുണ്ടെന്ന് വെച്ചാൽ നല്ല ലിറ്റിൽ നടക്കുന്നത്. രാവിലെ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. വീടെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. പോളണ്ടിലെ വെതർ എന്ന് പറയാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അയ്യോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഈ തണുപ്പത്ത് എനിക്ക് വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോരേത്. പക്ഷേ നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് എന്നാണല്ലോ ഗൈസ് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വീട്ടിലെ സ്ഥലമാണ്. സോ അതുകൊണ്ട് ഞാൻ ആ ഓഫീസിൽ പോയിട്ട് ഫുഡ് കഴിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത ലൈഫിൽ? എന്നും സെയിം ഹാബിറ്റ്, സെയിം റുട്ടീൻ, ആ ഒരു സംഭവം ഫോളോ ചെയ്താലേ നമുക്ക് ലൈഫ് ബോറടിക്കും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് നല്ല രീതിക്ക് തണുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ ഓഫീസിലായിട്ട്. എനിക്ക് ഇവിടെ തന്നെയാണോ ഈ പണി എന്ന് നിങ്ങൾ ചോദിക്കരുത്. എൻ്റെ സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സുഹൃത്ത് വിളിക്കുമ്പോൾ എങ്ങനെ പോകാണ്ടിരിക്കുന്നത്. നമ്മൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ പോകുവാൻ ഓരോ ദിവസം ഓരോരോ കളർ കാറാണ് ഇട്ടിട്ടിരിക്കുന്നത്. പൈസയുടെ കുന്തളിപ്പ് എന്നല്ലാതെ പിന്നെ എന്താ പറയുക. എന്ത് പ്രൊഫഷണലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നോക്കുക ഗൈസ്. ഒരു ടോപ്പ് നോക്കൂ, കീറിയ പാൻറ്റ്, ചെരുപ്പ് രാവിലെ മാറ്റാൻ മറന്നുപോയി. തേങ്ങ എന്നിലെ പ്രൊഫഷണലിസം നിങ്ങൾ കാണാണ്ട് പോകരുത് ഗൈസ്. അങ്ങനെ ഗൈസ് ഗൂഗിളിൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ അതേ വർക്ക് ചെയ്യുകയാണ് എൻ്റെ ഓഫീസിന് വേണ്ടിയിട്ട്. എന്നിൽ ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. നോക്കൂ എന്ത് ആത്മാർത്ഥതയോടെ ഞാൻ വർക്ക് ചെയ്യുന്നതൊന്നും. തേങ്ങ ഇതരുവേ വരുന്നു നമ്മുടെ റിച്ചസ്റ്റ് ഗേള്. അങ്ങനെ ഗൈസ് ഞങ്ങളത് ഇതിരിക്കുകയാണ്. നോക്കൂ അങ്ങനെ ഞങ്ങളിവിടുത്തെ കഫേയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യാൻ നമ്മൾ കൊടുക്കണ്ട. പക്ഷെ നമുക്ക് ഞാനൊരു കോഫി അങ്ങനെ ഗൈസ് ഞാനൊരു ചോക്ലേറ്റ് ഐസ്ഡ് ലാത്തെ പറഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിവിടുത്തെ 31ാമത്തെ ഫ്ലോറാണ് കേട്ടോ. ഇത് ഇവിടുത്തെ നമ്മുടെ ഗൂഗിളിൻ്റെ ഓഫീസിൻ്റെ 31ാമത്തെ ഫ്ലോറാണ് കേട്ടോ. ഇത് ഇവിടെ നോക്കിയാൽ വാർസോ ഫുള്ള് കാണാം. ഓക്കെ, എൻ്റെ കർത്താവേ എന്തോരം ബിൽഡിങ്സാണ് നോക്കിയേ. ഇതിവിടുത്തെ ഒരു കോർപ്പറേറ്റ് ഏരിയ ആണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ മോസ്റ്റ്ലി വീട്, ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഏരിയാസ് അങ്ങോട്ട് കാണാം. പക്ഷെ ഇവിടെ നോക്ക് സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ. എനിക്ക് ഈ പോളണ്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഒരു ക്ലൗഡാണ്, മേഘം. എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലൊക്കെ കാണുന്ന അതേ കണക്കത്തുള്ളൊരു ആകാശമാണ് ഇവിടെ കാണുന്നത്. ഗൈസ് ഞാൻ ഇവിടെ വന്നിട്ട്
ഒരു ഐസ്ഡ് ചോക്ലേറ്റോ ഹേസിനട്ടോ എന്തൊക്കെ സിറപ്പ് ഒഴിച്ച് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ലൊരു ഇതാണ്. ഞാൻ നേരെ ഓഫീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫ്ലോറാണിത്. 31ാമത്തെ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ടിന് വർക്കുണ്ട്, അവൾ വർക്ക് ഫിനിഷ് ചെയ്യാണ്ടാണ് എന്നെ വിളിച്ച് വരുത്തിയത്. ഞാനിവിടെ പോസ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഫുഡ് കിട്ടും എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഗൈസ്. പ്രതീക്ഷ തെറ്റില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അല്ലേ, എവിടെ നിന്ന് ഞാൻ എൻ്റെ പോളണ്ടിലെ വാർസോയിലെ ഗൂഗിളിൻ്റെ ഓഫീസിൽ പണിയല്ലാന്നുണ്ടെങ്കിലും ഓഫീസിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി പറ്റിയില്ലേ നമ്മൾ. എന്നെപ്പോലെയുള്ള സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്ക് ഓഫീസിൽ കയറുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ 30ാമത്തെ ഫ്ലോറിൽ ഇവിടെ എന്തോ TGIT അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്ത് സംഭവം നടക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് നാളൊക്കെയാണ് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാനായിട്ട്. നോക്കി എൻ്റെ സൗണ്ടാണ് എനിക്കെന്തോ. ഇവിടെ ഹജ്ജിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഗൈസ്. കാരണം ഇന്ന് ബക്രീദല്ലേ, അപ്പോൾ അതിൻ്റെ എന്തോ എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഇവൻറ്റ് നടക്കുകയാണ് ഇവിടെ. ബക്രീദിനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചോ കേട്ടോ, ഏതെടുക്കണം? 1 2 3 ബ്ലാക്ക് വച്ചിട്ട് കാണിച്ചു തരാം. നല്ലൊരു ഇവന്റ് നടക്കുന്നുണ്ട്, ആൾക്കാരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഫ്രണ്ട് വർക്കില്ല. അവിടെ നിന്നിട്ട് ഫുഡിനെ മണടിച്ചിട്ട് എനിക്ക് കൊതി വരുന്നുണ്ട് ഗൈസ്. എൻ്റെ ഫ്രണ്ടിലായി ഞാൻ എങ്ങനെ കഴിക്കാം? അതിങ്ങനെ അവളെ വിളിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് കണ്ടോ, നമുക്ക് കീബോർഡ് വായിക്കാം. എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലേ. ഇന്ന് വൈനില്ല ഗൈസ്, അവിടെ ഒരു മൂഞ്ചലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഫുഡ് ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോവാണ് ഗൈസ്. ഫുഡ് ഇല്ലാതെ ഈ കൊണ്ടുണ്ട്. നോക്ക്, എന്താ എനിക്കറിയില്ല. ഐ തിങ്ക് പാസ്ത. ഇതെന്താ വഴുതനങ്ങയോ? ഐ ഡോണ്ട് നോ. പയർ, റൈസ്, ബക്രീദ്, പനീറുണ്ട്, ബീഫ്. ഇപ്പം നമ്മളിവിടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണം ഗൈസ്. ഇവിടുത്തെ എംപ്ലോയീസ് ടാഗ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ടാഗ് കൊണ്ട് തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഗസ്റ്റാന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. സോ എൻ്റെ പേര് എൻ്റെ ഫ്രണ്ട് രജിസ്റ്റർ ചെയ്യാൻ കണ്ടോ, ധന്യരാജൻ. ചെക്ക് ഇൻ ചെയ്തു. സമയം എന്തായാലും വന്നതല്ലേ ഗൈസ്. നോക്കൂ, ഇവിടെ ബദാം, ഇവിടുത്തെ കപ്പലണ്ടി, പംകിൻ സീഡ്, സിംപ്ലി ഹാവ് ബദാം. നല്ല നല്ല റിച്ച് ഫുഡാണ് കേട്ടോ കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ സഞ്ചാരമല്ല, ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നല്ല ഓഫീസാണ് കേട്ടോ. നല്ല, അതായത് നമുക്ക് ഓഫീസ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തന്നെ തോന്നും, പണിയെടുക്കാനൊന്നും തോന്നില്ല. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻലി വരണത്. സോ ഞാൻ അടുത്തൊരു വീടായിട്ട് നല്ല കാറ്റാണ്, നല്ല കാറ്റ്. ഗൂഗിളിൽ തന്നെ നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. പണ്ടാറാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.